പക്ഷെ അവരുമായിട്ടൊക്കെ അവർ ഇൻഡിവിജ്വലി അവരൊക്കെ ആയിട്ടുള്ള പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇൻഡിവിജ്വലി അവിടെയുള്ള കലാഭവനിലെ അവിടെ എല്ലാവരുമായിട്ടും. പിന്നെ അവിടെ യൂസഫ്, ഷാജോൺ, പ്രജോദ്, ഇവരൊക്കെ കലാഭവൻ, ഇവരൊക്കെ ആയിട്ട് എന്തോരം ഷോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കലാഭവനിൽ അധികം കാലം നിന്നിട്ടില്ല. കാരണം നിൽക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം അങ്ങനെ ഡെയിലി കൊണ്ടുപോയി വരാനൊന്നും ആളുണ്ടായില്ല. ചക്കു, നമസ്കാരം. എന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇവിടെ നിന്നാണ്. അന്ന് തൊട്ടേ ഇന്ന് വരെ ഒരു കോണ്ടാക്ട് ഇവിടെ നിന്നാണ്. എന്തുണ്ട്, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? നല്ല ഇതൊക്കെ തന്നെ പോകുന്നുണ്ട്. ചേച്ചി ഇല്ലാത്തതിന്റെ ഒരു നല്ല കുറവ് നമുക്ക് നികത്താൻ അതെ, അതൊരിക്കലും നികത്താൻ പറ്റില്ലല്ലോ. എപ്പോഴും കഴിഞ്ഞ തവണ കണ്ടപ്പോഴും ചക്കുനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ കലാലോകത്തിലേക്ക് വരുന്നില്ല, കഴിവുള്ള ആളാണല്ലോ, എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളൊരു എല്ലാവരുടെയും ക്വസ്റ്റ്യനാ. സുബിയുടെ അനിയൻ എന്തുകൊണ്ട് ആ ഒരു ഫീൽഡിലേക്ക് വരുന്നില്ല എന്ന് ഇപ്പോഴും സെയിം തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണോ? ശരിക്കും ഞാൻ പറയണു, സുബിയേക്കാളും കഴിവുള്ളത് ഇവനാണ്. അത് ചിലപ്പോ അവനവന് തോന്നൂല, ഒരമ്മയ്ക്ക് തോന്നാം. തീർച്ചയായിട്ടും സുബി അത്രയും കഴിവുള്ള ആളല്ലായിരുന്നു. എന്നിട്ട് സുബി ഇത്രയും രക്ഷപ്പെട്ടു. സുബിയേക്കാളും കഴിവുള്ളത് ഞാൻ ഡബിങ് എന്ത് വേണമെങ്കിലും ചെയ്യും. ഡബിങ് ചെയ്യും, ഡാൻസ് ചെയ്യും, മിമിക്രി ചെയ്യും, പിന്നെന്താ ചെയ്യുക, പാട്ട് പാടും, എല്ലാം ചെയ്യും. വീടിനുള്ളിൽ മാത്രം വീടിന്റെ ഉള്ളിൽ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഈ മൊബൈൽ വന്ന് ഇങ്ങനെ തോണ്ടി തുടങ്ങിയതിന് ശേഷം വീട്ടില് സൈലന്റ്. എന്താ കേൾക്കുന്നത്? ഞാനങ്ങനെ ഷോസ് ഒക്കെ ചേച്ചിയുടെ ഒപ്പം പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. അല്ല, കുറച്ചൊക്കെ ഷോസ് ഒക്കെ ആദ്യം ഞാനെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഒപ്പം ഷോയ്ക്കൊക്കെ പോകുമ്പോ ഇവരുടെയൊക്കെ CD ഇടാനൊക്കെ ആയിട്ട് പോയിരിക്കും. പിന്നെ ചേച്ചിയുടെ ഡാൻസ് ട്രൂപ്പിലുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഷോസിലൊക്കെ പോകുമ്പോ സേതയുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ച് ഇപ്പോഴും ഇരിപ്പുണ്ടാവും. ഇവിടെ ഇരിപ്പുണ്ട്. സേതാമേനോന്റെ കൂടെ നിന്ന് ഡാൻസ് കളിച്ച ആളാണ്. അപ്പൊ കഴിവില്ലായ്മയല്ല, ഡാൻസ് ഒക്കെ ചേച്ചിയുടെ ട്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാതെ ഇങ്ങനെ, ഇപ്പം എനിക്കൊന്നും അജു ചേട്ടന്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, അജു വർഗീസിന്റെ. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു മാറി നിൽക്കുന്ന ഒരു പ്രകൃതമായി മാറിയത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇല്ലാന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഇല്ല, എനിക്ക് അതിലോട്ട് വരുമ്പോ ചേച്ചിയുടെ ഒരു ഇതൊക്കെ അല്ല, ഒന്നുമില്ല. ആർക്കറിയാം, ജോജു അത് എത്രയോ കൊല്ലം കഴിഞ്ഞ അതിനുശേഷവും വരുമെന്ന് ആർക്കറിയാം. അതുപോലെ നമുക്ക് ചിന്തിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അമ്മയ്ക്കും സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു. വീട്ടിൽ ഒരാൾ കഴിഞ്ഞു, അടുത്ത ആളിലേക്ക് ആ പാരമ്പര്യം കിട്ടണം. അവളേക്കാ കഴിവുള്ളത് ഇവനാണ്. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. അവൾക്ക് കഴിവില്ല, ഞാൻ എന്തി തള്ളി കയറ്റി. അത് എപ്പോഴും ആള് പറയുന്നത്, എന്റെ അമ്മ എന്നെ തള്ളി വിടുന്നോണ്ടാണ്. തള്ളി വിടുന്നുണ്ട് എപ്പോഴും പറയുന്നത്. ഇവനതല്ല, ഇവന് സ്വന്തമായിട്ട് കഴിവുണ്ട്. അമ്മ തള്ളിയിട്ടും ഇല്ല. ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് തന്നെ എനിക്കും തോന്നുന്നത്. ചേച്ചിയുടെ ഒപ്പം പ്രോഗ്രാംസിന് ഇപ്പൊ ചേച്ചിയുടെ ഡാൻസ് ട്രൂപ്പിലുണ്ടായിരുന്നു. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഡാൻസ് ട്രൂപ്പിൽ പോയി ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഇവരുടെയൊക്കെ CD ഒക്കെ ഇടാനായിട്ട് എന്നെ ഏൽപ്പിക്കണം. ഈ സ്കിറ്റിന്റെയും ഇങ്ങനെയുള്ള രമേശ് വിശാരടിച്ചാറിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ സ്കിറ്റ് ഇടണം. അപ്പൊ ഇവരിങ്ങനെ ലൈവ് CD ഇടുമ്പോ നമ്മൾ ഇവരുടെ ഇത് കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അങ്ങനെ മിമിക്രിക്കാരനായതാ. ഇവര് ചെയ്യണ തന്നെയാണ് നമ്മള്. ഞാൻ ഇത് മൈൻഡിൽ കിടക്കും, ഇങ്ങനെ ചെയ്യണ കാണുമ്പോ. ഇല്ല, അല്ല, അത് ഇങ്ങനെ കിടക്കും. അപ്പൊ ഞാനത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ബാത്റൂമിൽ മറ്റേ ഇതില്ലേ ബക്കറ്റ്, എക്കോ കിട്ടാൻ വേണ്ടിട്ട് ബക്കറ്റ് തലയിൽ ഇട്ടിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യും. ഇവരെയൊക്കെ കണ്ട് ഇവര് ചെയ്യുന്നതൊക്കെ ഉമ്മൻചാണ്ടിയും അങ്ങനെ ഓരോരോ ആർട്ടിസ്റ്റുകളൊക്കെ ഇവരുടെ തന്നെ കണ്ട് അങ്ങനെ പഠിച്ചേക്കണത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.